നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിൽ എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടാവും? അതിൽ തന്നെ യൂസ്ഫുൾ ആയ ആപ്സ് എത്ര എണ്ണം ഉണ്ടാവും? നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ടോപ്പിൽ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ മാപ്സ് ആയിരിക്കും. നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സോ കഫേസോ ടെക്സ്റ്റൈൽസോ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കാറുണ്ട്. ഇനി നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സും ഇതേപോലെ ഗൂഗിൾ മാപ്സിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ബിസിനസ് അവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് ഒരു കസ്റ്റമറെയാണ്. നമ്മുടെ ബിസിനസ് ഗൂഗിൾ മാപ്പിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളതോ ഒരു കാര്യമല്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബിസിനസ് ഗൂഗിൾ മാപ്പിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമുക്ക് എങ്ങനെ സിമ്പിളായി നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ബിസിനസ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതും, രണ്ടാമത്തെ പാർട്ടിൽ അതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, അതിലുള്ള എറേഴ്സ് എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, ഒരു ഫിസിക്കൽ ലൊക്കേഷനുള്ള ബിസിനസ് മാത്രമേ മാപ്സിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതല്ല, നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ മാത്രമാണെങ്കിലും നമ്മുടെ ബിസിനസ് നമുക്ക് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാം. നമ്മൾ പുതുതായി നമ്മുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് ഓൾറെഡി നമ്മുടെ ബിസിനസ് ഗൂഗിൾ മാപ്പിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ വേറെ ആരെങ്കിലും നമ്മുടെ ബിസിനസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് അവിടെ ഷോ ചെയ്യും. അവിടെ ക്ലെയിം ദ ബിസിനസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ ബിസിനസ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതുവരെ നമ്മുടെ ബിസിനസ് ഗൂഗിൾ മാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ മാപ്സിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏത് ജിമെയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനായി ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഏത് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് നമ്മുടെ ഈ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്നുള്ളത് കാണാൻ പറ്റും. മിക്കവാറും നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി ആയിരിക്കും അവിടെ കാണുന്നുണ്ടാവുക. ഒരു ബിസിനസ് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരിലുള്ള ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നിങ്ങളുടെ ബിസിനസ് ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ആഡ് യുവർ ബിസിനസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നെയിമും ബിസിനസ് കാറ്റഗറിയും ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ബിസിനസ് നെയിം ആയിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ആ ബിസിനസ് നെയിമിൻ്റെ താഴെയായിട്ട് ബിസിനസ് കാറ്റഗറിയും ഷോ ചെയ്യും. നമ്മൾ നെയിം അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ സിമിലർ ആയിട്ടുള്ള ബിസിനസ് നെയിംസ് അവിടെ താഴെ സജഷൻസ് ആയിട്ട് വരുന്നത് കാണാം. ഇനി നമ്മുടെ ബിസിനസ് അവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് ബിസിനസ് വിത്ത് ദിസ് നെയിം എന്നുള്ള ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മുടെ ബിസിനസ് കാറ്റഗറിയാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ബിസിനസ്സായി ബന്ധപ്പെട്ട റൈറ്റ് കാറ്റഗറി നമ്മളവിടെ ചൂസ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സായി ബന്ധപ്പെട്ട കീവേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ സജഷൻസ് വരുന്നത് കാണാം. ആ ലിസ്റ്റിൽ നിന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ബിസിനസ് നെയിം ആൻഡ് കാറ്റഗറി ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോയിൽ നമുക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ ആഡ് ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, നമുക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ, ഒരു ഷോപ്പോ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട് എന്നുള്ളൊരു ഓപ്ഷനാണ് അവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തത് നമ്മുടെ ബിസിനസ്സിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം. നമ്മുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്താൽ നമുക്കവിടെ ബെറ്റർ റീഡബിലിറ്റി കിട്ടും. നമ്മുടെ അഡ്രസ്സ് മുഴുവനായി ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നമ്മുടെ ബിസിനസ്സിൻ്റെ ലൊക്കേഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എവിടെയാണോ ഉള്ളത് ആ ലൊക്കേഷൻ നമുക്ക് കാണിച്ചു തരും. ഇനി അതല്ല, നമുക്കൊരു ഡിഫറെൻ്റ് ആയ ലൊക്കേഷനാണ് കൊടുക്കേണ്ടതെങ്കിൽ മേലെ കാണുന്ന അഡ്ജസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ മാപ്പ് മൂവ് ചെയ്തിട്ട് എവിടെയാണോ നമ്മുടെ ഡിസൈഡ് ലൊക്കേഷൻ അത് വെച്ചിട്ട് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വിൻഡോയിൽ ഡു യു പ്രൊവൈഡ് ഡെലിവറീസ് ഓർ ഹോം ആൻഡ് ഓഫീസ് വിസിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ ഒരു സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വിൻഡോയിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഫോൺ നമ്പർ, വെബ്സൈറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വെരിഫിക്കേഷൻ സ്റ്റെപ്പാണ്. നമുക്ക് മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തേത് ഫോൺ കോഡാണ്. നമ്മൾ നേരത്തെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു OTP നമുക്ക് ലഭിക്കും. ആ OTP എൻ്റർ ചെയ്താൽ നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതുള്ളൊരു ഓപ്ഷനാണ് ബിസിനസ് വീഡിയോ എന്നുള്ളത്. ഇതിൽ നമ്മൾ നമ്മുടെ ഓഫീസിൻ്റെ ഒരു വീഡിയോ എടുത്ത് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഈ വീഡിയോയിൽ നമ്മുടെ ലൊക്കേഷൻ, എക്യുപ്മെൻറ്റ് ആൻഡ് പ്രൂഫ് ഓഫ് മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ വെരിഫിക്കേഷൻ റിജക്റ്റ് ആവും. സോ എപ്പോഴും ബെറ്റർ ഒരു ഫോൺ കോഡ് വെരിഫിക്കേഷൻ ആയിരിക്കും.
ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 5 days വരെ എടുക്കുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. നെക്സ്റ്റ് വിൻഡോയിൽ നമുക്ക് നമ്മുടെ റിലേറ്റഡ് സർവീസസ് ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വിൻഡോയിൽ നമ്മുടെ ബിസിനസ് ഹവേഴ്സ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഏത് ടൈം മുതൽ ഏത് ടൈം വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്, അത് തന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഓപ്പൺ ആയിട്ടുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ബിസിനസ് ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ടായിരിക്കും ഒരു കസ്റ്റമർ നമ്മുടെ ഓഫീസിലേക്ക് വരുന്നത്. അടുത്തതായി നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ട് ഫോട്ടോ ആണ് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് പെട്ടെന്ന് നമ്മുടെ ബിസിനസ് കണ്ടുപിടിക്കാൻ സഹായിക്കും. അതിനുശേഷം നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അതർ ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമ്മൾ നേരത്തെ ചെയ്ത വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്ത് വരികയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബിസിനസ് പ്രൊഫൈൽ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ കൂടുതൽ ആളിലേക്ക് എത്തിക്കാം, കോമൺ ആയിട്ട് വരുന്ന എറേഴ്സ് എന്താണ്, അതെങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം.